ഇന്ന് നമുക്ക് ചോറിൻ്റെ കൂടെ ഒരു മീൻ പീര വറ്റിച്ചതുണ്ടായിരുന്നു. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇതുപോലെ ഒരു തേങ്ങയുടെ പകുതി ഇങ്ങനെ തിരിങ്ങി എടുത്തിട്ടുണ്ട്. അതിനുശേഷം അതിലേക്ക് ഒരു 5-6 ചുവന്നുള്ളിയും ഒരു കഷ്ണം ചെറിയ ഇഞ്ചിയും ഒരു 2 അല്ലി വെളുത്തുള്ളി ഇട്ടിട്ടുണ്ട്. പിന്നെ അതിലേക്ക് ഒരു കഷ്ണം മാങ്ങ ഇതുപോലെ നീളത്തിൽ അരിഞ്ഞിട്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ മാങ്ങയ്ക്ക് ചെറിയൊരു മധുരമുള്ള മാങ്ങയായിരുന്നു, അതുകൊണ്ട് കുറച്ചേ എടുത്തുള്ളൂ. അപ്പോൾ അതിനകത്തേക്ക് പിന്നീട് ആവശ്യത്തിന് നമ്മുടെ എരിവനുസരിച്ച് പച്ചമുളക് ഇട്ട് കൊടുക്കുക, കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കുക. അതിനുശേഷം അതിലേക്ക് ഒരല്പം മഞ്ഞൾപ്പൊടിയും അല്പം ഉപ്പും കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് നന്നായിട്ട് കൈകൊണ്ട് തിരുമ്മിയെടുക്കുക. വേണമെങ്കിൽ നിങ്ങൾക്ക് മിക്സിയുടെ ജാറിലിട്ട് വേണമെങ്കിൽ അത് ഒന്ന് ചതച്ചെടുക്കുക. അപ്പം കൈകൊണ്ട് നമ്മൾ തിരുമ്മിയെടുത്ത് കഴിയുമ്പോൾ അത് ഒന്നും കൂടെ ടേസ്റ്റ് കൂടുതലായിരിക്കും. അതുകൊണ്ട് ഇങ്ങനെ കൈകൊണ്ട് ഞാൻ തിരുമ്മിയെടുത്തിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് നമ്മൾ റെഡിയാക്കി വെച്ചേക്കുന്ന നെത്തോലിയും കൂടി ഇട്ടു. അപ്പം മാങ്ങയ്ക്ക് ചെറിയ മധുരം ഉള്ളതുകൊണ്ട് ഞാനൊരു കഷ്ണം കുടംപുളിയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതിലേക്ക് ആവശ്യത്തിന് കുറച്ച് വെള്ളമൊക്കെ ഒഴിച്ച് കറി സെറ്റാക്കാൻ വെച്ചു. അപ്പോഴേക്കും നമ്മൾ രസം വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പം രസവും ഏകദേശം റെഡിയായിട്ട് വന്നിട്ടുണ്ട്. മീൻ പിരവറ്റിച്ചതിൻ്റെ കൂടെ ഏറ്റവും നല്ലൊരു കോമ്പിനേഷൻ ആണ് കേട്ടോ രസം. അപ്പോൾ നമ്മുടെ മീൻ പീര വറ്റിച്ചത് റെഡിയായിട്ട് വന്നു. അപ്പോൾ അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണയൊക്കെ ഒഴിച്ച് കുറച്ച് കറിവേപ്പിലയൊക്കെ ഇട്ട് റെഡിയാക്കി എടുത്തു. അപ്പോൾ നമ്മളൊരു സൈഡ് മീനും വറുക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതെല്ലാം റെഡിയായിട്ട് വന്നു. അപ്പോൾ നമ്മുടെ ഉച്ചയൂണ് റെഡിയാണ്. അപ്പോൾ നമ്മുടെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങൾ കമൻറ്റ് ചെയ്യുക. അപ്പോൾ അത്രയേ ഉള്ളൂ.